നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? അത് വിയ്യാപുരം ചുണ്ടനാണ്. ഏതാണ്? ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? അത് വിയ്യാപുരം ചുണ്ടൻ. ഓക്കെ, അപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അത് പുന്നമടക്കായലാണ്. ഓക്കെ, അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാടെ? അത് പുന്നമടക്കായലാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്, കുട്ടനാടിൻ്റെ ഒളിമ്പിക്സ് എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാടെ? അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്ന എന്താണ്? ഓളപ്പരമ്പിലെ ഒളിമ്പിക്സ്, കുട്ടനാടിൻ്റെ ഒളിമ്പിക്സ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ബോട്ട് റേസ് ആണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി, അല്ലേ? അപ്പോൾ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? വിയ്യാപുരം ചുണ്ടനാണ്. 2022 ലഭിച്ചത് ആർക്കാണ്? മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി ലഭിച്ചത് ആർക്കാണ്? കാരിച്ചൽ ചുണ്ടൻ. ഓക്കെ, കാരിച്ചൽ ചുണ്ടനാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? അത് വിയ്യാപുരം ചുണ്ടനാണ്. മുൻവർഷം ആരായിരുന്നു? അത് മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടൻ. ഇനി ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? അത് കാരിച്ചൽ ചുണ്ടനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്തുന്നത് ആരാടെ? അത് അഭിനവ് ബിന്ദ്രയാണ്. അപ്പോൾ 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ 2024 പാരീസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. വെന്യൂ ഏതാണ്? പാരീസ് ആണ്. പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് ദീപശിഖ ഏന്തുക എന്നുള്ളത് ഒരു വളരെ വലിയ ഒരു ബഹുമതിയാണ്, അല്ലേ? അപ്പോൾ ആ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ ഏന്തുന്ന ആളാരാടെ? അത് അഭിനവ് ബിന്ദ്രയാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ വെച്ചിട്ട് നമ്മുടെ ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ നേടിയ ആളാണ്, അല്ലേ? നമ്മുടെ അഭിനവ് ബിന്ദ്ര. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ് തുറക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് നടക്കാൻ പോകുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് തുറക്കുന്നത് എവിടെയാണ്? അത് ബാംഗ്ലൂരാണ്. എവിടെയാണ് 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് തുറക്കുന്നത്? ബാംഗ്ലൂരാണ്. ഈ അടുത്തിടെ അന്തരിച്ച സുലഭ് സാനിറ്റേഷൻ ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആരാടെ? അത് ബിന്ദേശ്വർ പാഠക്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? അത് വിയ്യാപുരം ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് കാരിച്ചൽ ചുണ്ടൻ. ഇനി 2022 കഴിഞ്ഞ വർഷം ജേതാക്കളായത് ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടൻ. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്തുന്നത് ആരാണ്? അത് അഭിനവ് ബിന്ദ്രയാണ്. ആരാണ്? അഭിനവ് ബിന്ദ്ര. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് പോസ്റ്റ് ഓഫീസ് തുറന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് തുറന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇനി അടുത്തിടെ അന്തരിച്ച സുലഭ് സാനിറ്റേഷൻ ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇതിന്റെ സ്ഥാപകൻ ആരാണ്? ബിന്ദേശ്വർ പാഠകാണ്. ബിന്ദേശ്വർ പാഠക്. അടുത്തത്, കേരളത്തിൽ നിന്നും ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ചെസ് താരമാരാടെ? അത് നിമ്മി എ ജോർജ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ചെസ് താരമാണ് ആര്? നിമ്മി എ ജോർജ്. ഓക്കെ, അപ്പോൾ അത് കേരളത്തിൽ നിന്നുള്ള ഒരു വനിത ആയതുകൊണ്ടും ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിമ്മി എ ജോർജ്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യ വ്യക്തിയായി മാറുന്ന ആരാടെ? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, ഫുട്ബോളർ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിട്ട് മാറുന്നത്. ഇനി രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് ഏതാണ്? ഹൈഡ്രജൻ ബസ് ഇറങ്ങുന്നത് കാശ്മീരിലെ ലേ ആണ്. അതായത് ഇത്രയും ഉയരത്തിൽ ഒരു ഹൈഡ്രജൻ ബസ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും ഈ ഒരു ഹൈഡ്രജൻ ബസ് ഇറങ്ങുന്നതും ആദ്യമായിട്ടാണ്. അതെവിടെയാണ് നടക്കുന്നത്? കാശ്മീരിലെ ലേയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് വന്നിരിക്കുന്നത് കാശ്മീരിലെ ലേയിലാണ്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് ഡ്രോൺ ടെസ്റ്റിംഗ് ഏജൻസി
ഓക്കെ, ആദ്യത്തെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ഡ്രോൺ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വരുന്നത് തമിഴ്നാട്. രാജ്യത്ത് ആദ്യമായിട്ടൊരു സംഭവം നടക്കുമ്പോഴത്തേക്കും അത് PSC ചോദിക്കുന്നത് സാധാരണയാണ്, ശ്രദ്ധിക്കുക. രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ ഒരു ഡ്രോൺ ടെസ്റ്റിംഗ് ഏജൻസി എവിടെയാണ് നിലവിൽ വരുന്നത്? അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയ താരമാരാണ്? നിമ്മി ജോർജ്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫുട്ബോളറാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് നിലവിൽ വരുന്ന എവിടെയാണ്? കാശ്മീരിലല്ലേ? രാജ്യത്ത് ഏറ്റവും ഉയരത്തിൽ ഈ ഒരു ഹൈഡ്രജൻ ബസ് വരുന്നതും ആദ്യമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഡ്രോൺ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ഇനി എക്സൈസ് ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ കോക്ടെയിൽ. ഓക്കെ, എക്സൈസ് ഓഫീസുകളിൽ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഇനി തമിഴ്നാട്ടിൽ നമ്മുടെ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് കേരളത്തിൽ പോലും ഒരുപാട് ആരാധകരുള്ള വിജയ്. ഓക്കെ, അപ്പോൾ വിജയാണ് തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം, ഈ ഒരു പേര് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച നമ്മുടെ നടൻ വിജയകാന്ത് ആരംഭിച്ചൊരു പാർട്ടിയുണ്ട് അല്ലേ, DMDK, ദേശീയ മുർക്കോട്ട് ദ്രാവിഡ കഴകം. ഓക്കെ, ദേശീയ മുർക്കോട്ട് ദ്രാവിഡ കഴകം. നടൻ വിജയകാന്ത് ആരംഭിച്ച പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് അന്തരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, നടൻ വിജയകാന്ത് ആരംഭിച്ച പാർട്ടിയാണ് DMDK, ദേശീയ മുർക്കോട്ട് ദ്രാവിഡ കഴകം. എന്നാൽ തമിഴക വെട്രി കഴകം ആരംഭിച്ചതോ? തമിഴം വെട്രി എന്ന് പറഞ്ഞാൽ വിജയം, തമിഴരുടെ വിജയം എന്നുള്ള ഒരു മീനിങ് ആണ് അതിന് അല്ലേ. തമിഴക വെട്രി കഴകം, കേരളത്തിലും ഒരുപാട് ആരാധകരുള്ള വിജയാണ് തമിഴക വെട്രി കഴകം ആരംഭിച്ചിരിക്കുന്നത്. ഇനി എക്സൈസ് ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസ് ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ കോക്ടെയിൽ. അടുത്തത് കാപ്പാട്, നമ്മുടെ കേരളത്തിലുള്ള കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, കാപ്പാട് ബീച്ചിന് എന്താണ് കിട്ടിയത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. എന്താണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്? ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് വീണ്ടും സ്വന്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയിൽ 12ഓളം ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു NGO ഫൗണ്ടേഷനായ ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ ആസ്ഥാനമായിരിക്കുന്ന എവിടെയാണ്? ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും ഉൾപ്പെട്ടിട്ട ഒരു ജൂറിയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണം പരിശോധിക്കുക. അതായത് ഇവിടെ എന്തൊക്കെയാണ് നോക്കുകയെന്നാണ്, നമ്മുടെ തീരത്തുള്ള ശുചിത്വം, സഞ്ചാരികൾക്ക് എത്രമാത്രം പ്രൊട്ടക്ഷനും സുരക്ഷയും, അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്, എത്രമാത്രം ശുദ്ധജലം, ഭക്ഷണ വിതരണം, ഇതിൻ്റെ എല്ലാം ഒരു ലഭ്യത, ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. 2020 ആദ്യമായിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാടേ 2020 ആദ്യമായിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കാപ്പാടിന് ലഭിക്കുന്നത്. ഓക്കെ, ഒരുപാട് ബീച്ചുകളുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ 12 മെയിൻ ബീച്ചുകളുണ്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അപ്പോൾ കാപ്പാട് ബീച്ചിന് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു NGO ഫൗണ്ടേഷനാണ്, ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷനാണിത് നൽകുന്നത്. ഓക്കെ, തീരശുചിത്വം, സഞ്ചാരികൾക്ക് ലഭ്യമാകുന്ന കുടിവെള്ളം, അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സേഫ്റ്റി, ഇതെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ 12 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ തന്നെ ഗോൾഡൻ ബീച്ച്, അതേപോലെ തന്നെ കാസർഗോഡ് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലാണെന്ന്. കാസർഗോഡ് കേരളത്തിലാണെങ്കിലും കാസർഗോഡ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരേ ഒരു കടൽ തീരമാണ് ഇത്, ഒരേ ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു.
അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണുന്നവരെ ബൈ.